അപ്പോൾ ഇതേ നമ്മൾ മുളക് എടുത്തിട്ടുണ്ട്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് ചട്ടിയിൽ ഉള്ളി വാട്ടാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇഞ്ചി ഇട്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട്, കുറച്ച് ഉപ്പിട്ട് നന്നായിട്ട് വാട്ടി കൊടുക്കുക. മനസ്സിലായോ ഗൈസ് എന്താ ഉണ്ടാക്കുന്നതെന്ന്? തലക്കറിയാണ് ഗൈസ്, മീൻ തല. ഓക്കെ, അതിലേക്ക് കുറച്ച് കുടംപുളിയും ഇട്ട് കൊടുക്കണം കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് വാട്ടി കൊടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ മുളക് പൊടി ഇടേണ്ടത്. മുളക് പൊടിയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. മൂത്ത മണമൊക്കെ സ്മെല്ലൊക്കെ ഒന്ന് പോയതിന് ശേഷം അപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കേണ്ടതുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് നല്ലോണം മിക്സ് ചെയ്ത് സ്റ്റവ് ഒന്ന് കൂട്ടി വെച്ച് ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കണം. അങ്ങനെ തിളച്ച് ഗൈസ്, ഈ തിളച്ച് വരുന്ന ഒരു നിമിഷത്തിലാണ് നമ്മൾ നമ്മുടെ മീൻ തല ഇടേണ്ടത്. അതിലേക്ക് മീൻ തല നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നല്ല പൊടിയാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കണം. അങ്ങനെ എല്ലാ മീനും ഒന്ന് മുങ്ങുന്ന രീതിക്ക് എല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഒന്ന് തിളപ്പിക്കാൻ വെക്കുക. തിളച്ചതിന് ശേഷം നമുക്ക് ഇച്ചിരി ടൈം മതിയല്ലോ മീൻ കറി ഇടാൻ. അത്രേ ഉള്ളൂ ഗൈസ് മീൻ തലയുടെ റെസിപ്പി. നല്ല ടേസ്റ്റാണ്, ട്രൈ ചെയ്ത് നോക്കുക.